ഇന്നലെയാണ് കൽക്കി എന്ന് പറഞ്ഞ സിനിമ കാണാൻ പോയത്. ഇവിടെ ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞ തിയേറ്ററിലാണ് കാണാൻ പോയത്. രാത്രി 9:30ക്കുള്ള ഷോയാണ് കണ്ടത്. സിനിമ കണ്ടു കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് രാത്രി 1 മണിയായി. അപ്പോൾ എനിക്ക് റിവ്യൂ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. പിന്നെ ഇന്ന് രാവിലെ ജോലി ഉണ്ടായതുകൊണ്ട് രാവിലെയും പറ്റിയില്ല. ദേ ഇപ്പോഴാണ് റിവ്യൂ ചെയ്യാനിരിക്കുന്നത്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത പടമാണ് നാഗ് അശ്വിൻ ഡയറക്റ്റ് ചെയ്ത ആ പടം. ബാഹുബലി സിനിമയും RRR ഒക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനേക്കാൾ ഒത്തിരി മുകളിലാണ് ഈ സിനിമയുടെ മേക്കിംഗ് ഒക്കെ. കാര്യം അവർ മുടക്കിയ പൈസയ്ക്ക് നമുക്കും കാണാൻ പറ്റുന്ന വർത്തിൽ നല്ല രീതിയിൽ നാഗ് അശ്വിൻ അടിച്ചു പൊളിച്ച് ചെയ്തിട്ടുണ്ട്. പല സിനിമകളിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്തിട്ടുണ്ടെങ്കിലും നാഗ് അശ്വിൻ സ്വന്തം ഇമാജിനേഷനിലൂടെ പുതിയൊരു ലോകം നമുക്ക് കാട്ടിത്തരികയാണ്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. ഇതിന്റെ സ്റ്റോറി അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതായത് ചെറിയ കുട്ടികളാണെങ്കിലും അത് വലിയവരാണെങ്കിലും കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലാണ് ആ സിനിമ അവരെടുത്തിട്ടുള്ളത്. അമിതാഭ് ബച്ചനൊക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത അഭിനയം. അമിതാഭ് ബച്ചനെ നമുക്ക് സ്ക്രീനിൽ കാണുമ്പം നമ്മൾ തന്നെ അങ്ങ് അതിശയിച്ചു പോകും. ആ മനുഷ്യന്റെ എന്താ പറയുക, മേക്കപ്പും കാര്യങ്ങളും ഡ്രസ്സും ഒന്നും വേണ്ട, ഒരു രക്ഷയില്ലാത്ത അഭിനയമാണ് അമിതാഭ് ബച്ചന്റെ. അമിതാഭ് ബച്ചന് ശേഷം നല്ലൊരു റോള് കിട്ടിയിരിക്കുന്നത് പ്രഭാസിനാണ്. പ്രഭാസ് അത് നല്ല രീതിയിൽ അഭിനയിച്ച് തകർത്തു. പിന്നെ ഫൈറ്റ് സീനൊക്കെ കുറച്ച് നീളം കൂടിപ്പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കുഴപ്പമില്ല, അത് അദ്ദേഹത്തിന്റെ ഫാൻസിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ട്രെയിലറിൽ കണ്ടപ്പം ഞാൻ വിചാരിച്ചു ശോഭനയ്ക്ക് റോള് കുറവായിരിക്കുമെന്ന് ഞാൻ സംശയിച്ചിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ആ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ശോഭനയ്ക്ക് നല്ലൊരു റോളുണ്ട്. അത് നല്ല രീതിയിൽ ശോഭന പെർഫോം ചെയ്തിട്ടുണ്ട്. അന്നാബൻ ഇതിനകത്ത് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് കൊടുത്ത റോള് അവർ നല്ല രീതിയിൽ അതിഗംഭീരമായിട്ട് അഭിനയിച്ചു. പക്ഷെ നമുക്ക് തോന്നും കുറച്ചും കൂടി ആ കുട്ടി അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിപ്പോയി. പ്രഭാസിന്റെ ഒരു എൻട്രി ഉണ്ട് ഈ സിനിമയുടെ തുടക്കം. ആ സമയം മുതൽ തന്നെ ഈ ബുജ്ജി എന്ന് പറയുന്ന കഥാപാത്രം ഈ പ്രഭാസിന്റെ കൂടെ തന്നെ ഉണ്ട്. ഒരു സപ്പോർട്ടറായിട്ട് തുടക്കം മുതൽ ഒടുക്കം വരെയും കൂടെയുണ്ട്. കമലഹാസൻ ഈ സിനിമയിൽ എൻ്റെ മോനെ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ തിയേറ്ററിൽ എക്സ്പീരിയൻസ് എടുക്കണം എന്നൊക്കെ പറയത്തില്ലേ, അത് ഇതുമാതിരിയുള്ള സിനിമയിൽ കാണുമ്പോഴാണ് നമുക്ക് ആ എക്സ്പീരിയൻസ് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപ്പോൾ കമലഹാസനെ കുറിച്ച് നമുക്ക് ഒന്നും പറയാനില്ല. ആ ഒരു സീൻ കാണുമ്പോഴേ നമുക്ക് അതിൻ്റെ ഫീല് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി കാണുക അതിനെക്കുറിച്ച്. സെറ്റിന്റെ ഡിസൈൻ അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം അവർ 600 കോടി മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് ഫുൾ അവർക്ക് വർത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഗ്രാഫിക്സ് എടുക്കുവാണെങ്കിൽ ഈ മഹാഭാരതത്തിലെ കുറച്ച് കുറച്ച് സീനൊക്കെ എടുത്തിട്ടുണ്ട്. അതിൽ അശ്വത്ഥമാവിന്റെ സീന് കുറച്ചും കൂടി അവർക്കൊന്ന് പോളിഷ് ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സൗണ്ട് ഡിസൈനും പിന്നെ എഡിറ്റിങ്, മ്യൂസിക് ഒക്കെ സൂപ്പറായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ദുൽഖർ ഈ സിനിമയുടെ തുടക്കത്തിൽ ജസ്റ്റ് ഒന്ന് എൻട്രി ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ അപ്പം തന്നെ അത് അങ്ങോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവത്തില്ല എന്താ പെട്ടെന്ന് അങ്ങ് പോയി കളഞ്ഞതെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതെന്തോ ഒരു നിഗൂഢത ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പം നാഗ് അശ്വിന് മാത്രമേ അറിയൂ അതെന്താണെന്നുള്ളത്. ഇനി ഞാൻ ചിന്തിക്കുന്നത് പോലെയാണോ എന്ന് എനിക്കും അറിയത്തില്ല. അപ്പം നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് കമൻ്റ് ആയിട്ട് ഇടണം. ഇന്ത്യയിൽ ഇതുപോലെയുള്ള സിനിമകൾ ഇനിയും വരണം. അപ്പം നിങ്ങൾ എല്ലാവരും നാഗ് അശ്വിന് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുക. ഫാമിലിയെയും വീട്ടിലുള്ളവരെയും അയലത്തുകാരെയും ചേച്ചിമാരെയും ഒക്കെ വിളിച്ചുകൊണ്ട് നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണുക. ഈ തിയേറ്ററിൽ പോയി സിനിമ കണ്ടാലേ ഇതിൻ്റെ ഒരു ഗുമ്മ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുപോലെയാണ് ഈ സിനിമ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.